വീണ്ടും മുന്നോട്ട് അവാർഡുകളൊക്കെ വാങ്ങി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തിരുവനന്തപുരം ജില്ലയിൽ മരുതുംകുഴി ലയൺസ് ക്ലബ്ബ് എനിക്ക് സ്കൂട്ടറില്ല എന്നറിഞ്ഞ് ഒരു ആക്റ്റീവ സ്കൂട്ടർ സമ്മാനമായി നൽകി. അപ്പോൾ അത് വാങ്ങിച്ച് ഞാനൊരു ഒരാഴ്ചയൊക്കെ ഓടി, 2 ആഴ്ച ഓടി, 2-3 ആഴ്ച ഓടിക്കഴിഞ്ഞപ്പോഴാണ് തിരുവനന്തപുരത്ത് ലാറ്റക്സിൽ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ സഹോദരി എന്നെ വന്ന് കാണുകയും, ചേട്ടാ എൻ്റെ കൂട്ടുകാരിയുടെ കല്യാണമുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു. ഞാൻ നോക്കിയപ്പോൾ അന്ന് എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഞാനുടനെ തന്നെ ഒരു ഐഡിയ ഇട്ടു. ഈ ആക്റ്റീവ് അങ്ങ് വിറ്റ് അവർക്ക് അതിൽ നിന്ന് കിട്ടിയ പൈസ അവർക്ക് കല്യാണ ചിലവിനായി 25,000 രൂപ എനിക്ക് കിട്ടി. അത് അതേപടി അവർക്ക് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. അപ്പോൾ ഈ പാമ്പ് മേഖല മാത്രമല്ല, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഓർത്തെടുക്കാൻ ഒരുപാടുണ്ട്, 10,000-കണക്കിനുണ്ട്. പക്ഷേ അതിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഒരു അവയർനെസ്സുകൾ, നമ്മുടെ വനം വകുപ്പിൻ്റെ അവയർനെസ്, ആദ്യമായിട്ട് വനം വകുപ്പിൻ്റെ അവയർനെസ്, അങ്ങനെയാണ് എനിക്ക് തോന്നിയൊരാശയം. ഈ പാമ്പിൻ്റെ വെനം എന്ന് പറയുന്നത് ജനങ്ങൾ വിഷം എന്ന് പറയുന്ന ആ ലോകത്തിലെ അത്ഭുതം, മഹാ അത്ഭുതം എന്തെങ്കിലും പ്രത്യേകത ഇല്ലാതിരിക്കില്ല എന്നെനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി. അങ്ങനെ കുറേ നാൾ ഞാനിങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് നടന്നു. അങ്ങനെയാണ് ഞാൻ 2007 2008 ആണ് പത്തനംതിട്ട ജില്ലയിൽ കോന്നി ഡിവിഷൻ, അന്നത്തെ DFO ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, ഇപ്പോൾ ഹെഡ് ഓഫീസിലിരിക്കുന്ന IFS ഓഫീസർ പുകഴേന്തി സാർ IFS ആയിരുന്നു. അപ്പോൾ ഞാൻ വലിയ രാജാമ്പല പിടിച്ചുകൊണ്ടുമ്പോൾ അപ്പോൾ അവിടുത്തെ ഉള്ള ആൾക്കാർക്ക് കാണണം, അവിടെ ജീവനക്കാർക്ക്. അങ്ങനെ ഞാൻ അതിനെ പിടിച്ചുകൊണ്ട് ചാക്കി കെട്ടി കൊണ്ടുവന്നു. പിന്നെ തവളപ്പാറന്ന് പിടിച്ചുകൊണ്ട് വന്നു, ഒരു വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് അഴിച്ച് കാണിക്കുന്നില്ല. അതിൻ്റെ തലയിൽ പിടിച്ചെടുക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പേന വാങ്ങി, അദ്ദേഹത്തിൻ്റെ പേന പോക്കറ്റിൽ നിന്ന് എടുത്ത് ഈ പാമ്പിൻ്റെ വായി തുറന്ന് പല്ലിൽ നിന്ന് വന്ന വെനം, ഇങ്ങനെ അതിൽ കൂടെ ഒലിച്ചിറങ്ങുന്ന വെനം കുടിച്ച് കാണിച്ച് തുടങ്ങിയ ഞാൻ ഇന്ന് 919 പ്രാവശ്യം പാമ്പിൻ്റെ വെനം ലൈവായി കുടിച്ചു. ഇതിനു വേണ്ടിയാണെന്നറിയാമോ? ആവാസുരേഷി പാമ്പിൻ്റെ വെനം കുടിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയല്ല. ഇതുകൊണ്ട് നമ്മുടെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ, ഇപ്പോൾ എൻ്റെ നാട്ടിൽ സനലെന്ന് പറഞ്ഞ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ചേച്ചി, അദ്ദേഹത്തിന് ഞാൻ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനൊരു അവസ്ഥയാണെന്ന് എനിക്കല്ല. ഞാൻ ഇവർ കണ്ട് സംസാരിച്ചിട്ട് ഒരു ദിവസം സംസാരിച്ചിട്ട് പോയപ്പോൾ എനിക്ക് ചെറിയൻകീഴ് ക്ഷേത്രത്തിനടുത്തുനിന്ന്, അദ്ദേഹം നമ്മുടെ ചെറിയൻകീഴ് ശാർക്കര ക്ഷേത്രത്തിൻ്റെ ഒരു ഡോക്ടർ, മാനസിക രോഗം ചികിത്സിക്കുന്ന ഡോക്ടറിനെ വിളിക്കുന്നു, പരിചയപ്പെടുന്നു. അപ്പോൾ സുരേഷ് എൻ്റെ വീട് വരെന്ന് പറഞ്ഞു. ഞാൻ വരാമെന്ന് പറഞ്ഞു. വരുമ്പോൾ ഒരു പാമ്പിനെ കൂടെ എടുത്തോളാം എന്ന് പറഞ്ഞു. ഞാൻ ശരിയെന്ന്. അപ്പോൾ ഞാനവിടെ ചെന്ന സമയത്ത് ഈ ലേഡി, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ സഹോദരി, ഇങ്ങനെ അകത്തോട്ട് കയറി പോകുന്നു. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതിൻ്റെ റൂമിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, സുരേഷേ, ആ പോയ പെൺകുട്ടി സുരേഷിനെ അറിയാമോ? ഞാൻ അറിയാമെന്ന് പറഞ്ഞു. 25 വർഷമായി പ്ലേറ്റിൽ ചോറ് കഴിക്കില്ല, പാത്രത്തിൽ ചോറ് കഴിക്കില്ല. കാരണം എന്താണെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ 9ാമത്തെ 10ാമത്തെ വയസ്സിൽ അദ്ദേഹം വീട്ടിൽ അമ്മ ഇല്ലായിരിക്കുന്നത് പാത്രം കഴുകും. പാത്രം ഒരു ദിവസം കഴുകാനായിട്ട് വന്നപ്പോൾ ഒരു ചേര പാത്രത്തിൽ കൂടെ അഴിഞ്ഞു പോയി. അതിനുശേഷം പുള്ളിക്കാലത്ത് 25 വർഷമായി കല്യാണം കഴിഞ്ഞിട്ടും പുള്ളി പാത്രത്തിൽ ചോറ് കഴിക്കില്ല. എന്തൊക്കെ ബോധവൽക്കരണം നടത്തിയിട്ട് ഒരു മാറ്റമില്ല. സാറ് മെഡിസിൻ കൊടുത്തു, ട്രെയിനിങ് ഒന്നും നടത്തില്ല. അത് എന്നോട് പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തി അകത്ത് ജനലിൻ്റെ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചാക്കഴിച്ചൊരു പാമ്പിനെ തുറന്ന് താഴേക്ക് ഇടുന്നു. ആ പാമ്പിനെ വെച്ച് ഇങ്ങനെ കളിച്ചിട്ട് പാമ്പിനെ ചാക്കിനകത്താക്കുന്നു. പുള്ളിക്കാരത്തി ഓടിക്കളഞ്ഞു. കിട്ടി. ഞാൻ പുള്ളിക്കാരത്തി ഞാൻ പാമ്പില്ലെങ്കിൽ വരാൻ പറഞ്ഞു വന്നു. ഞാൻ ഷേക്ക് ഹാൻഡ് കൊടുത്തു, 2 കൈ മാറി ഷേക്ക് ഹാൻഡ് കൊടുത്തു. എന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാമ്പ് ചേര പാത്രത്തിൽ കയറി ഉണ്ടല്ലേ നിങ്ങൾ കഴിക്കാത്തതെന്ന് വെച്ചു. അതേന്ന് പറഞ്ഞു. നിങ്ങളുടെ കയ്യെ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചു. ഒന്നും ചെയ്യില്ല. ഞാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഈ പാമ്പിനെ പിടിച്ചിട്ടാണ് നിങ്ങൾ കയ്യെന്ന്. അപ്പോൾ അയ്യേ നിങ്ങളിങ്ങനെ പുള്ളിക്കാരത്തി തന്നു. ഞാൻ പറഞ്ഞു, വീണ്ടും ഞാൻ കൈ പിടിച്ച്, പേടിക്കേണ്ട, ടെൻഷനൊന്നും വേണ്ട, ഫ്രീ ആവും. പാമ്പിനെ തൊട്ടെന്ന് പറഞ്ഞോ തലോടിയെന്ന് പറഞ്ഞോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ആ ഷേക്ക് ഹാൻഡ് എടുത്ത കൈ വീണ്ടും ഞാൻ ഷേക്ക് ഹാൻഡ് എടുത്തു. 25 വർഷം കൊണ്ട് ആ ഡോക്ടറിന് അവരെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ 1 മണിക്കൂറിൻ്റെ അദ്ദേഹത്തെ ബോധവൽക്കരിച്ചു. ഇപ്പോൾ അദ്ദേഹം സുഖമായിട്ട് ഫാമിലിയായിട്ട് ജീവിക്കുന്നു, പാത്രത്തിൽ ഫുഡ് കഴിക്കുന്നു, ഒരു പ്രശ്നമില്ല.
അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ബോധം, ഇപ്പോൾ കിണറ്റിലൊരു പാമ്പ് അതിഥി വീണാൽ ആ വെള്ളം കുടിക്കാനെടുക്കാത്ത, വർഷങ്ങളെടുക്കാത്ത, കിണർ മൂടുന്ന അവസ്ഥ, കിണർ ഉപയശൂന്യമാക്കുന്ന ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. അവരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ് വെനം കുടിച്ച് എനിക്ക് കാണിക്കേണ്ടി വന്നത്. വെനം ഇങ്ങനെ കുടിച്ച് കാണിക്കേണ്ടി വന്നത്. അങ്ങനെയാണ് 917 പ്രാവശ്യം പാമ്പിൻ്റെ വെനം കഴിക്കാൻ എനിക്ക് കഴിഞ്ഞു. 917 പ്രാവശ്യം. അതെൻ്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അവയർനെസ്സാണ്. അതൊക്കെ പോട്ടെ, അതൊക്കെ അങ്ങ് അതിൻ്റെ വഴിക്ക് പൊയ്ക്കൊണ്ടിരിക്കട്ടെ. അങ്ങനെ നമ്മൾ സുഖമായിട്ടുള്ള യാത്രയൊക്കെ ചെയ്തു, പാമ്പത്തിയിലൊക്കെ പിടികൂടി സുഖമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഡെയിലി 15-16 കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണൊരു ഡോക്ടറുടെ വീട്ടിൽ, അടുത്ത കാലത്താണ് ഡോക്ടറുടെ വീട്ടിലൊരു പാമ്പതിഥിയെ കണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഞാൻ ചെല്ലുന്നു, അതിഥിയെ പിടികൂടുന്നു. അതിഥിയെ പിടികൂടി കഴിഞ്ഞ് കൈയൊക്കെ കഴുകി, കൈയൊക്കെ കഴുകി സോപ്പിട്ട് കഴുകി ഡയറിയിലൊക്കെ എഴുതി വാങ്ങി പോകാൻ നേരം അത് എനിക്കൊരു 500 രൂപ എടുത്തുകൊണ്ട് വന്നു, ഇങ്ങനെ തരാൻ വേണ്ടി കൊണ്ട് കയ്യിൽ നോത്തിക്കൊണ്ട് തരാൻ വേണ്ടി തന്നു. പെട്ടെന്ന് അദ്ദേഹം എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കൈ പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ എറിഞ്ഞു വന്നെന്നുള്ള, ഇനി കയ്യിലെങ്ങനെ തട്ടിയാൽ മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം, അല്ലാതെ വരാൻ സാധ്യതയില്ല. ആയിക്കോട്ടെ, കുഴപ്പമില്ല, അന്ന് എന്നെ സംബന്ധിക്കുന്ന കാര്യമേ അല്ല, എനിക്കത് വിഷമമായിട്ട് തോന്നിയിട്ടില്ല. ഇതിലേറ്റവും പ്രാധാന്യമുള്ളതാണ് തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ വട്ടിയൂർക്കാവിനടുത്ത് കുലശേഖരം എന്നുള്ള സ്ഥലത്ത് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ഫോറസ്റ്റിലുണ്ടായിരുന്നു. സജീവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, സജീവൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിലിങ്ങനെ സ്ഥിരം പാമ്പ് വരികയും പാമ്പിൻ്റെ ചട്ട കാണുകയൊക്കെ ചെയ്ത് ഞാൻ ഒരു ദിവസം വൈകിട്ട് എന്നെ വിളിക്കുന്നു. ഞാനവിടെ ചെന്നു. പാമ്പിൻ്റെ ചട്ടയായിരുന്നു. എടുത്തു. ഞാൻ എടുത്ത് കയ്യിലൊക്കെ വെച്ചിട്ട് അപ്പോഴും പുള്ളിക്കാരൻ അയ്യോ എന്നൊക്കെ വിളിച്ചുകൊണ്ട് പുള്ളി അകത്തോട്ട് ഓടുന്നു, പുറത്തോട്ട് ഓടുന്നു. പുള്ളിയുടെ വൈഫ് അവിടെ നിന്ന് ബഹളം വെക്കുന്നു. ഞാൻ എന്നിട്ട് അതൊക്കെ എടുത്ത് ചട്ടയൊക്കെ എടുത്ത് നോക്കിയത് ചേരയാണ് സാറേ, പേടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊണ്ട് അപ്പുറത്ത് കളഞ്ഞിട്ട് ഞാൻ സോപ്പിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വന്നിട്ട് പുള്ളിക്കാരന് ഷേക്കൻഡ് കൊടുത്തു. രാത്രി ഒരു 1:30-2 മണിയായപ്പോൾ നടന്ന സമയം, ഇത് പുള്ളി കാണുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് അന്വേഷിക്കാം. ഒരു 1:30-2 മണിയായപ്പോൾ എന്നെ പുള്ളിക്കാരൻ വിളിക്കുന്നു. സുരേഷേ കിടന്നോ? ഞാൻ പറഞ്ഞു ഇല്ല സാർ, എനിക്ക് കോളുണ്ട്. അത് ഈ പാമ്പ് സുരേഷ് ഷേക്കൻ്റെ എന്ന് എനിക്ക് എന്തെങ്കിലും പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു എന്ത് സാർ അങ്ങനെ ചോദിക്കണേ? അല്ല, എൻ്റെ ഭാര്യ കാരണം മാറിക്കിടക്കാം, ദൂരോട്ട് പോയി കിടക്കാം, വെളിയിൽ പോയി കിടക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ താഴോട്ട് ദൂരോട്ട് പോയി കിടക്കാൻ പറഞ്ഞു. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ സുരേഷിന് ഷേക്കൻഡ് കൊടുത്തു, നിങ്ങളുടെ കൈ ഉണ്ടെന്ന് പറഞ്ഞ് അവരെന്നെ എന്താ പറയുക മാറ്റി നിർത്തി എന്നുള്ള. ഒന്ന് ആലോചിച്ച് നോക്കും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ജീവനക്കാരനാണ്, ഇപ്പം അല്ല, റിട്ടയർഡായെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക മനസ്സിലെ ആ ഒരു ചിന്താഗതി, വൈഫിനെ അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കണ്ടേ, അല്ലേ തെറ്റ് പറഞ്ഞ് റെഡിയാക്കി എടുക്കണ്ടേ, അതങ്ങനെയല്ല ഇങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ ആ വഴിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു മുന്നോട്ടിങ്ങനെ യാത്ര തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഏറ്റവും കൂടുതൽ എന്നെ വേദനിപ്പിച്ച ഒരു അനുഭവം. ഞാൻ നല്ല രീതിയിൽ സഹകരിച്ചിരുന്ന ഒരു വീടായിരുന്നു, എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. എന്താ അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാണ്ട് ഞാൻ എല്ലാ രീതിയിലും പൈസ ആയിരുന്നാലും എല്ലാ രീതിയിലും സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ എന്തോ ആവശ്യത്തിന് അവിടെ ആ ഭാഗത്ത് പോവുകയും അപ്പോൾ വെളിയിൽ വെച്ച് ഒരാളിനെ കാണുകയും അവരോട് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ തൊട്ടകത്ത് സംസാരം നമുക്ക് കേൾക്കാം. അവർ വിചാരിച്ചില്ല നമ്മൾ പുറത്ത് റോഡിൽ നിൽക്കുകയാണെന്നുള്ള വിചാരിച്ചില്ല. ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നുള്ളതാണ് എന്നെ. ജാതി പറഞ്ഞ് ഞാൻ തലേ ദിവസവും ആ വീട്ടിൽ പോയി ചായ കുടിച്ചു. അവിടെ എല്ലാ ആ വീട്ടിലെ പ്രായമുള്ള ആൾക്കാർ അവിടെ എല്ലാ വിഷമങ്ങളും എന്നോട് പറഞ്ഞു. എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ ഞാൻ സഹായിച്ചു. വീട് വെക്കാൻ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങളിൽ സഹായിച്ചു. അപ്പോഴും എന്നെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നാണ്. ഞാൻ ജാതി ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊരു തെറ്റല്ല, അത് അനിവാര്യമാണ്. കാരണം ഒരു ജോലി നേടണമെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റിൽ ജാതിയുണ്ട്, ജാതി വേണം, അത് പക്ഷേ എന്നോടൊപ്പം നിന്ന് എന്നോടൊപ്പം സഹകരിച്ചതിന് ശേഷം സഹകരിച്ചുകൊണ്ട് നിന്ന സമയത്ത് എന്നോട് അത് പറഞ്ഞു. എൻ്റെ കയ്യിൽ നിന്ന് പരമാവധി പറ്റാവുന്ന കാര്യങ്ങളൊക്കെ പറ്റിയതിന് ശേഷം എന്നെ അത് പറഞ്ഞു അധിക്ഷേപിച്ചപ്പോൾ എനിക്ക് മാരകമായ ഒരു ഇറിറ്റേഷൻ, ഒരു എന്താ പറയുക, പിന്നെ നമുക്ക് മറ്റുള്ളവരോട് സഹകരിക്കാനുള്ളൊരു തോന്നലില്ലായ്ക, ഒരു വളരെ മോശമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ വയനാട് എന്നുള്ള സ്ഥലത്ത് എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ടായിരുന്നു.
അദ്ദേഹം ഇതുപോലെയായിരുന്നു. എപ്പോൾ എന്ത് പറഞ്ഞാലും ജാതിയാണ് പറയുന്നത്, ജാതി ചിന്ത. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞ ഗുരുദേവനുള്ള കാലഘട്ടത്തിൽ നല്ല മാർഗ്ഗങ്ങൾ ചൊല്ലിത്തന്ന, അല്ലെങ്കിൽ പറഞ്ഞു തന്ന, പഠിപ്പിച്ച, അല്ലെങ്കിൽ നല്ല മാർഗ്ഗം സഞ്ചരിക്കണമെന്ന് പറഞ്ഞിരുന്ന യേശുദേവൻ ജനിച്ച ഭൂമിയിൽ, യേശുദേവൻ ജനിച്ച ഈ ലോകത്ത് നല്ല വചനങ്ങൾ മാത്രം ചൊല്ലിത്തന്ന നബി തിരുമേനിയുടെ ഭൂമിയിലേക്ക് നമ്മൾ ജീവിക്കുമ്പോൾ ഇപ്പോഴും നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ജാതി ചിന്ത തിങ്ങി നിൽക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്ക് മാരകമായ വിഷമം ഉണ്ടാക്കിയെന്നുള്ളത്. അപ്പോൾ വയനാട്ടിൽ ഇതുപോലെ ഒരാൾ ഇതുപോലെ സംസാരിക്കുമ്പോൾ എപ്പോഴും എന്നോട് സംസാരിച്ചാൽ ജാതി പറയുന്ന രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു, ജാതി പറയുന്ന രീതിയിലേക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേദനകൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ആ രീതിയിലുള്ള ഒരാളോട് സഹകരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരാളുടെയും എന്താ പറയുക മുന്നിൽ പോയി ഒരു മോശം പറയാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷേ എന്നെ പറയുമ്പോൾ 10 പ്രാവശ്യം പറയുമ്പോൾ ഒരു പ്രാവശ്യം ഞാൻ തിരിച്ചു പറയും. ഈ ടെൻഷൻ അടിച്ചുള്ള ഓട്ടത്തിനിടയിൽ, ഈ എന്താ പറയുക 100 കൂട്ടം പ്രശ്നങ്ങൾക്കിടയിൽ ഈ നമ്മുടെ മോശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് നമ്മളെ മാനസികമായിട്ട് തളർത്തി നമ്മളെ തള്ളിയിടുക എന്നുള്ളതാണ് ചില ആൾക്കാരുടെ അജണ്ട. അതിൽ കുറേ ആൾക്കാരുണ്ട് മാനസികമായിട്ട് നമ്മളെ തളർത്തുക, നമ്മൾ ഇല്ലായ്മ ചെയ്യുക. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അപ്പോൾ ഈ യാത്ര, അങ്ങനെ ജൈത്രയാത്ര മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഞാൻ പത്രത്തിലൊരു ചെറിയ കുറിപ്പ് കാണുന്നത്. കുറിപ്പ് എന്നുള്ളൊരു അപകടം. അപ്പോൾ അപകടം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ അഞ്ചലടുത്ത്, ഏരൂരെന്ന് പറഞ്ഞ അഞ്ചലടുത്ത് ഒരു ചെറുപ്പക്കാരി വീട്ടിനുള്ളിൽ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടു. ആദ്യത്തെ വാർത്ത. രണ്ടാമത്തെ നിലയിൽ ബെഡ്റൂമിൽ അണലി തുടയിൽ കടിച്ചു എന്നുള്ളത്. ഞാൻ നോക്കിയപ്പോൾ കുട്ടിയുടെ പേര് ഉത്തര എന്നാണ്, അദ്ദേഹത്തിൻ്റെ ഭർത്താവിൻ്റെ പേര് സൂരജ് എന്നാണ് ഞാൻ വായിച്ചപ്പോൾ. ഞാൻ ആദ്യത്തെ കടി വന്നപ്പോഴേ ഞാൻ ആ വീട്ടിൽ അവരുടെ ബന്ധുക്കളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇതൊരു സ്വാഭാവികമായൊരു കടിയല്ല, ഇത് ആ കുടുംബത്തിലുള്ള ആരോ ആ കുട്ടിയെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞാൻ സാധ്യതയില്ല. ഞാൻ പറഞ്ഞില്ല, 100% ഉറപ്പാണ്, നിങ്ങൾ നോക്കിയോ, അല്ലെങ്കിൽ ആ വീട്ടിൽ ഓരോരുത്തരായി ഇതുപോലെ മരണപ്പെടുമെന്ന് പറഞ്ഞു. 2 മാസം കഴിഞ്ഞ് ആ കുട്ടി ട്രീറ്റ്മെൻറ്റ്, 1 മാസം കഴിഞ്ഞ് ആ കുട്ടി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വരുമ്പോഴാണ് അടുത്ത താഴത്തെ നിലയിൽ ബെഡ്റൂമിൽ വെച്ച് ഫുൾ AC ഉള്ള റൂമിൽ ബെഡ്റൂമിനകത്ത് വെച്ച് അടഞ്ഞു കിടക്കുന്ന ജനലിൽ കൂടി പാമ്പ് കയറി കട്ടിലിനടുത്ത് അച്ഛനും കുട്ടിയും കിടക്കുന്നു. ഈ കുട്ടിൻ്റെ ദേഹത്തൂടെ, അച്ഛൻ്റെയും കുട്ടീൻ്റെയും ദേഹത്തൂടെ ഇഴഞ്ഞ് തൊട്ടപ്പുറത്ത് 2 അടി അപ്പുറത്ത് അകലത്തിൽ കിടക്കുന്ന കട്ടിലിൽ കിടന്ന ഉത്തര പാമ്പ് കടിയിട്ട് മരണപ്പെട്ടു. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നൊരു സംശയം, നമ്മൾ എത്ര ഉറക്കത്തിലാണെങ്കിൽ പോലും നമ്മളൊരു കൊതു കടിച്ചാൽ നമ്മൾ അടിക്കുന്ന, അല്ലെങ്കിൽ അവിടെ ചൊറിയുന്ന ആൾക്കാരാണ് നമ്മൾ ബോധത്തോടി കിടക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത് ഒരു കൊലപാതകമാണ്. അപ്പോൾ ആരും അത് ചെവിക്കൊണ്ടില്ല. അപ്പോഴാണ് വീണ്ടും ഒരു പത്രവാർത്ത കടികെട്ടി മരണപ്പെട്ടു. അപ്പോൾ ഞാൻ പറയുന്നത് മരണമാണ്, സൂയിസൈഡല്ല, മരണമാണ്, അല്ലെങ്കിൽ കൊലപാതകമാണ്, സാധാരണ മരണമല്ല. അങ്ങനെ പോലീസ് സാധാരണ ഞാൻ എല്ലാവരും ബന്ധുക്കളെയൊക്കെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവരെല്ലാം അത് സാധാരണ മരണം എന്ന് പറഞ്ഞ് എഴുതിത്തള്ളി. ചില ആൾക്കാരുടെ തലയ്ക്കകത്ത് മാത്രം അത് ഉദിച്ചു. അപ്പോൾ ലോക്കൽ പോലീസ് കേസാവുന്നു. ലോക്കൽ പോലീസ് എന്ന് പറയുന്നത് ഇത് സ്വാഭാവിക പാമ്പടിയാണ്. ഞാൻ പറഞ്ഞു അല്ല. അപ്പോൾ അവർ കേസ് എഴുതിത്തള്ളി. അപ്പോൾ ഞാൻ നിരന്തരം വാർത്ത കൊടുത്തുകൊണ്ട് ഇത് പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ്. എന്തായാലും അത് എൻ്റെ ഈ കൊച്ചു ജീവിതത്തിനിടയിൽ ഇത്രയും പ്രമാദമായൊരു കേസിൽ ഒരു പെൺകുട്ടിയെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച, അല്ലെങ്കിൽ കൊന്ന കേസിൽ സാക്ഷിയാവാനും എൻ്റെ ഈ ജീവിതത്തിൽ ഏറ്റവും പുണ്യമായിട്ട് ഞാൻ കരുതുന്നൊരു കാര്യമാണ്. അതിൻ്റെ എല്ലാ അന്വേഷണങ്ങളിലും ഞാനവിടെ ആ വീട് പിന്നീട് ഒരു ദിവസം സന്ദർശിക്കുകയും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ ക്യാമറ 3-4 ക്യാമറ ഉൾപ്പെടെ പോയി ആ വീട്ടിൻ്റെ 4 ചുറ്റും ഉള്ള എല്ലാ പൊടി പടലങ്ങളും ഒപ്പിയെടുക്കുകയും പാമ്പ് അതിഥി അവിടെ ഇഴഞ്ഞു കയറാൻ സാധ്യതയുണ്ടോ, ജനൽ തുറന്നിട്ട് എത്ര നാളായി, പടിയിൽ അവിടെ തുടയ്ക്കാറുണ്ടോ, വെള്ളം ഒഴിക്കാറുണ്ടോ, ആ മണ്ണിൽ കൂടി ഇഴഞ്ഞ പാടുകളുണ്ടോ, ബാത്റൂമിൻ്റെ തറയും ആ വെന്റിലേറ്ററും തമ്മിൽ എത്ര ഹൈറ്റ് ഉണ്ട്, അവിടെ പൈപ്പുണ്ടോ, അതിൽ കൂടെ ഇഴഞ്ഞേറാൻ പൈപ്പുണ്ടോ, അപ്പോൾ ക്ലോസ്ഡ് ജനലാണോ, ഈ ജനൽ തുറന്നിട്ട് 3 വർഷമായി ജനലിൽ കൂടെ ഇഴഞ്ഞെന്നാണ് പുള്ളി പറഞ്ഞത്. ജനലിൽ കൂടെ ആ പൊടിയിൽ കൂടെ ഇഴഞ്ഞ പൊടിയിൽ ഇഴഞ്ഞ പാടുണ്ടോ, അങ്ങനെ ഇഴഞ്ഞ പാടുണ്ടോ എന്നൊക്കെ ഞങ്ങൾ
തെളിവെടുത്തു, പബ്ലിക്കിന് മുന്നിൽ ഹാജരാക്കി. അപ്പോൾ കോടതി നേരിട്ട് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുക്കുകയും അതിനോടനുബന്ധിച്ച് ഞങ്ങളെ പ്രോഗ്രാമിൻ്റെ 7 എപ്പിസോഡ് കോടതി ആവശ്യപ്പെടുകയും ഞങ്ങളത് ഹാജരാക്കുകയും മെയിൻ സാക്ഷിയായിട്ട് എന്നെ തീരുമാനിക്കുകയും മെയിൻ സാക്ഷി ഞാനാവുകയും അതിനോടനുബന്ധിച്ച് ആ പ്രതിക്ക്, ആ പാവപ്പെട്ട നിരുപദ്രവകാരിയെ പെണ്ണിനെ ഉറക്കത്തിൽ അദ്ദേഹത്തിന് ഉറങ്ങാനായി സെഡേഷൻ കൊടുത്തിരുന്നു എന്നും കുറേശ്ശെ സെഡേഷൻ കൊടുത്ത് അദ്ദേഹത്തെ ഒരു പൂർണ്ണ പരുവത്തിലാക്കിയിട്ടാണ് അത് കടുപ്പിച്ചതെന്നും ഞാൻ ആദ്യം തൊട്ടേ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അന്വേഷണത്തിൽ അതെല്ലാം തെളിഞ്ഞു, ശരിയാണെന്ന് മനസ്സിലാക്കി. ആ ചെറുപ്പക്കാരന് അല്ലെങ്കിൽ ആ പ്രതിക്ക് 20 വർഷത്തെ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വലിയൊരു ടേണിംഗ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ആ യാത്രക്കിടയിൽ അതിന് കുറച്ച് ഇവിടെ തിരിഞ്ഞ് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളായ 2 ചെറുപ്പക്കാരുണ്ട്, കൂട്ടുകാരുണ്ടായിരുന്നു. കുട്ടികളാണ്, എൻ്റെ സരക്കാരില്ല. അപ്പോൾ അവർ എന്നോടൊപ്പം സഞ്ചരിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ സോമൻ, കൊള്ളി സോമൻ എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ എൻ്റെ വീടിൻ്റെ കുറച്ചപ്പുറത്ത് തോട്ടിൽ മരിച്ചു കമിഴ്ന്ന് കിടക്കും. അപ്പോൾ എല്ലാവരും പരാതിപ്പെട്ടു. പോലീസ് വന്നു, ഇൻക്വസ്റ്റൊക്കെ തയ്യാറാക്കുന്നു, ബോഡി മലർത്തി കിടത്തുന്നു. അപ്പോൾ ഇവിടെ കുടലെല്ലാം വെളിയിൽ കിടക്കും. അപ്പോൾ ആ 7 കുത്തുണ്ടായിരുന്നു, കത്തിക്കുത്ത്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഈ കുടൽ വന്നത് എലി കടിച്ച് പൊത്തതാണെന്ന്. അപ്പോൾ ഞാനിങ്ങനെ കുറേ പുറകിലോട്ട് ചെയ്തു. അപ്പോൾ മരണപ്പെട്ടു. ഞാൻ തന്നെ അവിടെ പോയി ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് സാക്ഷിയൊക്കെ ആയി. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പഠിക്കാൻ ശ്രമിച്ചു. ഇയാൾ മരിക്കാൻ എന്താ കാരണം? അപ്പോൾ ഞാൻ ഒരു 3 ദിവസം പഴക്കം ബാക്കിലേക്ക് പോയി. അപ്പോൾ ഞാൻ കേട്ടിക്ക വനദുർഗാദേവി ക്ഷേത്രം പോങ്ങുമൂട്ടിൽ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് രാത്രി ഒരു 8:30 പാടത്തോട് നടന്നു പോകുമ്പോൾ നിലാവട്ടത്തിൽ എനിക്ക് കാണാം അടുത്ത വരമ്പിൽ കൂടി 2 പേരിങ്ങനെ നടന്നു പോകുന്നു മിണ്ടാതെ. അപ്പോൾ ദൂരെ നിന്ന് എനിക്ക് നോക്കിയപ്പോൾ ഈ മരിച്ച ആളാണെന്ന് എനിക്ക് തോന്നി. മറ്റേ ആൾ ഇദ്ദേഹത്തിൻ്റെ ശേഷാറൻ ബാബു ആണെന്ന് എനിക്ക് തോന്നി. ഞാൻ ഇക്കരെന്ന് ഞാൻ വിളിച്ചു. വെച്ചപ്പോൾ ഉടനെ വിളി കേട്ടു. ആ അളിയാന്ന് പറഞ്ഞ് എന്നെ തിരിച്ചു വിളിച്ചു. ഞാൻ പറഞ്ഞു നീ എവിടെ പോകണം? അത് ഞാൻ അളിയനെ കാണാൻ വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങ് വന്നു പറഞ്ഞു. വന്നപ്പോൾ എൻ്റെ പറഞ്ഞു ഇത് ഈ മാമനെ അളിയൻ പണിക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് മേശിരി പണി ഉണ്ട്, എനിക്ക് മേശിരി പണിക്ക് പോകുന്നു. അപ്പോൾ എൻ്റെ പറഞ്ഞു അളിയ ഞാൻ ഈ മാമനെ അളിയൻ്റെ പണിക്ക് കൊണ്ടാക്കാനായിട്ട് വന്നതാണെന്ന് രാത്രി പരിചയപ്പെടുത്താനായിട്ട്. അപ്പോൾ അളിയൻ ഇവിടെ കാണുമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്തോ എൻ്റെ വാക്കുകളിലൊരു ഒരു അകലം എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് എന്തായാലും ആൾ വേണ്ട, 2 ദിവസം കഴിയിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഒരു 3 ദിവസം കഴിയുന്നതൊക്കെ മരണപ്പെട്ട് ഇങ്ങനെ റിപ്പോർട്ട് വരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇതെല്ലാം റിവൈൻഡ് ചെയ്ത് പോയി. അപ്പോൾ പിന്നെ ഞാൻ അടുത്ത ദിവസം ഈ മരണപ്പെട്ട ദിവസം ഞാൻ ഈ വ്യക്തിയെ ആദ്യം ഓടി വന്ന് രാവിലെ 7 മണിക്ക് എന്നോട് പറഞ്ഞു അത് സോമമാമൻ മരിച്ചു കിടക്കുന്നു. അതായത് ഞാനവിടെ എത്തുന്നതിന് മുന്നേ ആദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതൊക്കെ റിവൈൻഡ് ചെയ്തു. പുള്ളിയാണ് എന്നോട് പറഞ്ഞാൽ ആദ്യം സോമമാമൻ മരിച്ചു കിടക്കുന്നു പറഞ്ഞ് പുള്ളി ഓടി അങ്ങ് പോയി. അപ്പോൾ ഞാൻ ഓടിപ്പോയപ്പോൾ പുള്ളിയുടെ ഷർട്ട് ശ്രദ്ധിക്കുന്നു. ഷർട്ടിൽ ഇവിടെ എന്തോ ഒരു ചെറിയ അഴുക്ക് പറ്റിയൊരു പാടുണ്ടായിരുന്നു. ഇവിടെ 2 സൈഡിലായിട്ട് അഴുക്ക് പറ്റിയ പാടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ റിവൈൻഡ് പോയി. അപ്പോൾ ഞാൻ വീണ്ടും നോക്കിയിട്ട് ഈ മരിച്ച് ബോഡി കൊണ്ടുവരുന്നതിന് മുന്നേ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. ആദ്യത്തെ ഒപ്പ് പുള്ളിയുടേതാണ്. അപ്പോൾ അതും ഞാനങ്ങ് മാറ്റി വെച്ചു. രണ്ടാമതവിടെ ഈ മരണം കഴിഞ്ഞ ഉടനെ പുള്ളി ഈ എന്താ പറയുക പാവപ്പെട്ട കഞ്ഞി വെക്കുന്നൊരു ചടങ്ങുണ്ട് ഞങ്ങളുടെ നാട്ടിൽ, പട്ടിണി കഞ്ഞി എന്ന് പറയും. അപ്പോൾ ആ കഞ്ഞി വാങ്ങി ആദ്യം കുടിച്ചതും പുള്ളിയാണ്. പിന്നെ കുറച്ചുകൂടി അന്ന് തന്നെ ഞാൻ പുള്ളിയെ വേറൊന്നുമില്ല പഠിക്കായിരുന്നു. ഞാൻ പുള്ളി പോയ സ്ഥലത്ത് പുള്ളി അറിയാതെ പുള്ളിയെ വാച്ച് ചെയ്തു. അപ്പോൾ പുള്ളി പുറകിൽ പോയിരുന്നിട്ട് ഒരു ബീഡി എത്തിക്കും, വലിക്കും കളയും, വീണ്ടും വലിക്കും കളയും. അങ്ങനെ ഒരു 20 മിനിറ്റിൻ്റെ ഇടയിൽ പുള്ളി ഒരു 10 ബീഡി എന്ന് പറഞ്ഞാൽ ബീഡി അന്ന് സേർട്ടില്ല ബീഡിയാണ് വലിച്ച് കളയുന്നു. അപ്പോൾ ഞാനിങ്ങനെ വീണ്ടും ഞാൻ റിവൈൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ അന്നേ ദിവസം ആ വഴിയിൽ കൂടെ സഞ്ചരിച്ച ആൾക്കാരെക്കുറിച്ചൊന്ന് അന്വേഷിച്ചു തുടങ്ങി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായ 2 പേര് തൊപ്പിയൊക്കെ വെച്ച് അതേ ദിവസം 7:30 ആ പള്ളിയുടെ കൂടെ താഴോട്ട് പോയതായിട്ട് റിപ്പോർട്ട് കിട്ടി. ഞാൻ അപ്പം തന്നെ അന്നത്തെ മെഡിക്കൽ കോളേജ് CI മുഹമ്മദ് ഇക്ബാൽ സാറിൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് ശശി എന്നാണ് ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ ചേട്ടാ ഇങ്ങനെ സംഭവം ഉണ്ട്, ഇത് കൊലപാതകമാണ്, ഇന്ന ആൾക്കാരാണ് ഇതൊരു പ്രതികൾ, ധൈര്യമായിട്ട് എടുക്കാൻ പറയാൻ പറഞ്ഞു. അന്ന് രാത്രി ഒരുത്തനെ പിടികൂടി 2 എണ്ണം പൊട്ടിച്ചപ്പോൾ എല്ലാ സത്യങ്ങളും പുറത്തു വന്നു. ഈ 3 പേരായിരുന്നു കുത്തി കൊന്നതായിരുന്നു അദ്ദേഹത്തെ. അപ്പോൾ ഇങ്ങനെ എല്ലാം ഞാൻ സംശയദൃഷ്ടിയോടെ അപ്പോൾ ആ ഒരു കൊലപാതകത്തിന് സാക്ഷിയാവാൻ എനിക്ക് കഴിഞ്ഞു. പക്ഷേ കേസ്
പിന്നീട് വെറുതെ പോയി. കാരണം വെച്ചാൽ അവരെ ബന്ധുക്കളും സ്വന്തക്കാരൊക്കെ സ്വാധീനിച്ച് വീട്ടുകാർ എന്തായാലും പോയത് പോയി, സാക്ഷി പറയാതായി, അത് കേസ് വെറുതെ പോയി. അല്ലെങ്കിൽ അത് കൃത്യം ജീവപര്യന്തം കിട്ടേണ്ട ഒരു കേസായിരുന്നു, അത് തള്ളിക്കളഞ്ഞു. സ്വന്തം മാമനെയാണ് കൊന്നത്. മാമൻ്റെ വൈഫുമായിട്ടുണ്ടായിരുന്ന ഒരു അലിഗേഷൻ, ഒരു ചെറിയ ബന്ധമാണ് ഈ കൊലയ്ക്ക്. പാവപ്പെട്ട സാധു മനുഷ്യൻ, പാവപ്പെട്ട ഒരു 25 കിലോ പോലും ഇല്ലാത്തൊരു മനുഷ്യനെയാണ്, 58 വയസ്സുണ്ട് അദ്ദേഹത്തിന് ഈ എന്താ പറയുക, ഈ മനുഷ്യൻ അല്ലെങ്കിൽ വൃത്തികെട്ട ഈ മനുഷ്യൻ, ആ പാവപ്പെട്ട സാധു മനുഷ്യനെ കൊന്നത്. ആ സ്വന്തം മാമിയായിട്ടുള്ള ബന്ധം പുള്ളി കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ കൊലപാതകം നടന്നത്. ഞാൻ ഒരാളിനെ അപകീർത്തിപ്പെടുത്താൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഞാനത് പറയണ്ടെന്ന് വിചാരിച്ചു. എന്നിട്ടും പറയണം, ഇങ്ങനെയുള്ളവന്മാരെ നാട്ടുകാർ തിരിച്ചറിയണം. അപ്പോൾ ഇതാണ് ആ കൊലപാതകത്തിന് ആധാരമായ മറ്റൊരു കാര്യം. അപ്പോൾ അതിലും സാക്ഷിയാവാൻ എനിക്ക് കഴിഞ്ഞു. പക്ഷേ വീട്ടുകാരെല്ലാം കൂടെ ബന്ധപ്പെട്ട ഒരു സ്വന്തക്കാരും ആയപ്പോൾ അവരെല്ലാം സ്വാധീനിച്ച് അവർ സാക്ഷി പറയാതായി, അത് കേസ് വെറുതെ. ഇല്ലെങ്കിൽ അതിനും ജീവപര്യന്തം വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞേനെ. ഒരാളിന് ജീവപര്യന്തം വാങ്ങിച്ച് കൊടുക്കുന്നതല്ല, ശിക്ഷിക്കപ്പെടേണ്ടവർ കൃത്യമായിട്ട് ശിക്ഷിക്കപ്പെടണം. ഏകദേശം 2-2.5 മണിക്കൂർ ക്ലാസ് എടുക്കുന്നു. 2-2.5 മണിക്കൂർ ക്ലാസ് എടുക്കുന്നു. അവയർനെസ്, പാമ്പ് കടിയേറ്റാൽ ഫസ്റ്റ് എയ്ഡ് എന്താണ്, സെക്കൻഡ് എന്ത് ചെയ്യണം, തേർഡ് എന്ത് ചെയ്യണം, കടി കിട്ടിയാൽ നിങ്ങൾ ഈ കടി കിട്ടിയ മുറിവിൻ്റെ ചുറ്റിനും കൈ വെച്ച് നോക്കിയാൽ അത് ചൂടുണ്ടെങ്കിൽ അത് വെനമുള്ള പാമ്പിൻ്റെ കടിയാണെന്നും വെനമില്ലെങ്കിൽ അത് നോൺ വെനമസിൻ്റെ കടിയാണെന്നൊക്കെ ക്ലാസ് എടുത്ത് അണലിയെ പരിചയപ്പെടുത്തി, പൈത്തനെ റസൽ സോയവനെ പരിചയപ്പെടുത്തി, പൈത്തനെ പരിചയപ്പെടുത്തി, ട്രിങ്കറ്റിനെ പരിചയപ്പെടുത്തി, സാൻബോവയെ പരിചയപ്പെടുത്തി, ചേരയെ പരിചയപ്പെടുത്തി, അവസാനം പരിചയപ്പെടുന്നത് മൂർഖനതിഥിയായിരുന്നു, വലിയ മൂർഖൻ. ഞാനിങ്ങനെ മൂർഖനെ എടുത്തിങ്ങനെ പത്തി എടുത്തിരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ടങ്ങ് പോയി.